ലൈഫ് പദ്ധതിക്ക് നിങ്ങൾ പൈസ തരണമെങ്കിൽ നരേന്ദ്രമോദിയുടെ പടം വെക്കണം എന്ന് പറയുന്നു. ആശുപത്രിക്ക് ഞങ്ങൾ പൈസ തരണമെങ്കിൽ നരേന്ദ്രമോദിയുടെ തല വെക്കണം എന്ന് പറയുന്നു. നിങ്ങൾ വെറും 70,000 രൂപയാണ് മിസ്റ്റർ തരുന്നത്. 3,30,000 ചെലവാക്കുന്നത് ഈ LDF ഗവൺമെന്റ്. നിങ്ങൾ നഗരപ്രദേശത്തിൽ 1.5 ലക്ഷമാണ് കൊടുക്കുന്നത്, ഞങ്ങൾ കൊടുക്കുന്നത് 2.5 ലക്ഷം രൂപയാ. ഞങ്ങളാണ് വീട് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നിങ്ങൾ എന്ത് പറയുന്നു? നരേന്ദ്രമോദിയുടെ തല വെച്ച് കൊടുത്താൽ ഞങ്ങൾ വേണമെങ്കിൽ പണം തരാം. നിങ്ങൾ ബ്രാൻഡിംഗ് നടത്തുന്നു. നിങ്ങൾ ഇതേ വേദിയിൽ നിങ്ങളുടെ നരേന്ദ്രമോദി വന്ന് പ്രസംഗിച്ചു ഗ്യാരണ്ടി. നിങ്ങൾ ഈ അമ്മമാരുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ഒരു മണിപ്പൂർ എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? മണിപ്പൂർ എന്ന് നിങ്ങൾക്ക് ഉച്ചയാക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾ ഇല്ലാത്ത കഥകൾ പറഞ്ഞു നടക്കുന്നു. അപ്പോ നോക്കൂ, കെട്ടിടം മുതൽ കൊടുക്കുന്ന അരിയുടെ ചാക്കിൽ വരെ ബ്രാൻഡിംഗ് വേണമെന്ന് മോദി പറയുന്നുണ്ടെങ്കിൽ, ശൗചാലയത്തിനടക്കം ബ്രാൻഡിംഗ് വേണമെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് അന്യായമല്ലേ അനീഷേ? തീർച്ചയായിട്ടും അത് ചെയ്യാൻ ഞങ്ങൾ നിർബന്ധിതരാണ്. കാരണം ഈ കാട്ടുകളന്മാർ അടിച്ചു മാറ്റിയാണ്. നരേന്ദ്രമോദിയുടെ പദ്ധതി മുഴുവൻ പേര് മാറ്റി അടിച്ചു മാറ്റുകയാണ്. പ്രധാനമന്ത്രി ആവാസ് ഭീമ യോജന പദ്ധതി അത് ലൈഫ് പദ്ധതിയായിട്ട് മാറ്റുന്നു. ആ പണം മുഴുവൻ ഇവിടെ ഞങ്ങളൊരു നാഷണൽ ഹൈവേ പണിതാൽ 1.5 ലക്ഷം കോടി ചെലവാക്കി നാഷണൽ ഹൈവേ പണിതാൽ നാണമില്ലാത്ത മരുമ മന്ത്രി ആ റോട്ടിൽ കൂടി പോയി അതുപോലും ഞങ്ങളുടേതാണ് എന്ന് പറയുന്ന നാണം കെട്ട സർക്കാർ. ശരി എന്തെങ്കിലും ഒരു വികസനം ബ്രാൻഡിംഗ് അഴിമതി തടയാനാണ്. അഴിമതി തടയാനാണ്. ഒരു വോട്ടർ അഭിപ്രായം 520 കോടി രൂപ തൃശൂർ കോർപ്പറേഷൻ ആര് കൊടുത്ത? നരേന്ദ്രമോദി കൊടുത്തത്. ഇന്ന് ഗുരുവായൂരിൽ ഇന്ന് അവിടെ ബസ് സ്റ്റാൻഡിന് 20 കോടി ആര് കൊടുത്തതാ? നരേന്ദ്രമോദി കൊടുത്തതാ. 220 കോടി ഗുരുവായൂരിന് ആര് കൊടുത്തതാ? നരേന്ദ്രമോദി. ഒരു പ്രതികരണം. ബോർഡ് വെച്ചിട്ട് കുളം നന്നാക്കി, റോഡ് നന്നാക്കി. നരേന്ദ്രമോദിയുടെ പണം അമൃത് ഫണ്ട് അത് പഠിക്കാതെ പോയിട്ട്. ശരി ഒരു വോട്ടുള്ള പ്രതികരണം കൂടി കേൾക്കൂ. ഞാൻ സംസാരിക്കുന്നത് തൃശ്ശൂർക്കാരൻ എന്നുള്ള നിലയിൽ ഞാൻ സംസാരിക്കണേ, ഒരു രാഷ്ട്രീയം പറയാനല്ല. തൃശ്ശൂർക്കാരൻ എന്ന നിലയിൽ നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത് തൃശ്ശൂരിന്റെ ഡെവലപ്മെന്റ് അല്ലേ? അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഇമ്പോർട്ടന്റ്. ഞാൻ തൃശ്ശൂർക്കാരൻ എന്ന നിലയിൽ ഇവിടെ നമ്മൾ ബ്രഹ്മപുരം പ്ലാന്റ് കണ്ടു. അവസ്ഥ ഉണ്ടായതിനു ശേഷം സൊല്യൂഷൻ ഉണ്ടാവണുള്ളൂ. ഏത് ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോഴേ സൊല്യൂഷൻ വരുന്നുള്ളൂ. അതുപോലെ തന്നെ തൃശ്ശൂരിലേക്ക് വരുമ്പോൾ ലാലൂര് വേസ്റ്റ് മാനേജ്മെന്റ്, ഇനി അതിലെന്താ ഒരു സൊല്യൂഷൻ? അവസ്ഥ വരുമ്പോൾ അവിടെയുള്ള ആൾക്കാരെ മാറ്റിയിട്ട് കുറച്ചു നേരം കഴിയുമ്പോൾ വേറെ സ്ഥലത്തേക്ക് വരും. അപ്പോൾ ഇതിലിവിടെ ഒരു ഗവൺമെന്റിനെ കുറ്റം പറയില്ല. സ്വച്ഛ് ഭാരത് ഉണ്ട് ഇവിടെ, അതുപോലെ തന്നെ ഹരിത കർമ്മസേന ഉണ്ട് ഇവിടെ, മുമ്പ് കോൺഗ്രസ് ആര് വലിച്ചിട്ടുണ്ട് ഇവിടെ. അപ്പൊ 3 പേരും എതിർത്ത് പറഞ്ഞ രാഷ്ട്രീയവാദിയായി. അപ്പൊ അതല്ല, എന്തുകൊണ്ട് സൊല്യൂഷൻ ആദ്യം കണ്ടെത്തുന്നില്ല? ബുദ്ധിമുട്ട് വരുമ്പോ ആളുകൾക്ക് പ്രശ്നം ഉണ്ടാകുമ്പോ. തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് വേണ്ടത് വാഗ്ദാനങ്ങളല്ല, സൊല്യൂഷനുകൾ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണമാണ്. പറഞ്ഞോളൂ വളരെ പെട്ടെന്ന്. മനസ്സിലാക്കി, ഞാൻ ജോസ് വള്ളൂർ വരാം. മണിപ്പൂർ മാത്രമല്ല, കരുവന്നൂരാണ് തൃശ്ശൂരിലെ ഏറ്റവും വലിയ വിഷയം. മണിപ്പൂരിന്റെ കാര്യത്തിൽ അവിടെ 170 പേര് മരിച്ചു എന്ന് പറയുന്ന ആയിരക്കണക്കിന് ആൾക്കാർ മരിച്ചു ജീവിക്കുന്നു കരുവന്നൂർ. അറിയോ? ആയിരക്കണക്കിന് ആൾക്കാരെ കരുവന്നൂർ മരിച്ചു ജീവിക്കുന്ന. എന്താണ് ഈ വത്സരാജിന്റെ ആൾക്കാർക്ക് ഇവിടെ പറയാനുള്ളത്? കരുവന്നൂരിലേക്ക് പ്രധാനമന്ത്രി വന്നു, തൃശ്ശൂരിലേക്ക് പ്രധാനമന്ത്രി വന്നു, മണിപ്പൂരിലേക്ക് പോകാൻ എന്താ? തൃശ്ശൂരിന്റെ പ്രശ്നം കരുവന്നൂരാണെന്ന്. തൃശ്ശൂരിന്റെ പ്രശ്നം കരുവന്നൂരാണ്. പ്രശ്നം മണിപ്പൂരല്ലേ? തൃശ്ശൂരിന്റെ പ്രശ്നം കരുവന്നൂരാണ്. മണിപ്പൂരിൽ പ്രധാനമന്ത്രി അയച്ച എല്ലാ ഉദ്യോഗസ്ഥന്മാരും എല്ലാം അവിടെ ഉണ്ടല്ലോ. ഉദ്യോഗസ്ഥന്മാർ പോയി. മണിപ്പൂരിൽ എന്തിനാ പ്രധാനമന്ത്രി വന്നു? ഉദ്യോഗസ്ഥന്മാർ പോയി എന്നാ പറയുന്നത്. മണിപ്പൂരിൽ പ്രധാനമന്ത്രി വന്നു പോയതിനു ശേഷം അവിടെ പിന്നെ എന്താ ഉണ്ടായത്? അതൊന്നും നിങ്ങൾക്ക് അറിയില്ലേ? എന്തോരം സ്ത്രീകൾ തൃശ്ശൂരിൽ മണിപ്പൂരി ചർച്ചയാവോ? എന്തോരം പെണ്ണുങ്ങളെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കിടയിൽ മണിപ്പൂരി ചർച്ചയാകുമോ? ക്രിസ്ത്യൻ വോട്ടർമാർക്കിടയിൽ ചർച്ചയാവേണ്ടതാണ്. കാരണം മണിപ്പൂരിൽ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോ നമ്മളുടെ പ്രധാനമന്ത്രി ഒന്ന് സംസാരിക്കാൻ പോലും തയ്യാറായിട്ടില്ല. 27 മിനിറ്റ് സെക്കൻഡ് സംസാരിച്ചു എന്നാ പറയുന്നത്. 27 സെക്കൻഡ്. അപ്പോ ജോസ് വള്ളൂർ, വത്സരാജ് നോക്കൂ, മണിപ്പൂർ ഒരു ചർച്ചാ വിഷയമായാൽ 24%, 21% ക്രിസ്ത്യൻ വോട്ടർമാരുള്ളൊരു മണ്ഡലമാണ്. അത് BJP എങ്ങനെ ബാധിക്കും? അല്ല, മണിപ്പൂർ തീർച്ചയായിട്ടും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. പക്ഷേ ലൂർദ് പള്ളിയിൽ പ്രശ്നപരിഹാരം നടത്തിയിട്ടുണ്ടല്ലോ. പ്രശ്നപരിഹാരമൊക്കെ നാട്ടിലെ ജനങ്ങൾക്കറിയാം. നാട്ടിലെ ജനങ്ങളുടെ മുന്നിൽ ഇവിടെ ഈ കപട നാടകങ്ങളൊന്നും വില പോകുന്ന പ്രശ്നമില്ല. ഇവിടെ ഒരു സമൂഹത്തെ തന്നെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അവിടെ വംശഹത്യയാണ് നടക്കുന്നത് എന്ന് പറഞ്ഞ മെത്രാന്മാരുള്ള നാടാണ് കേരളം. അവർക്ക് കൃത്യമായി കാരണം വിഷയമുണ്ടല്ലോ.
കാര്യം മനസ്സിലായിട്ടുണ്ട്. വ്യത്യസ്ത അതുകൊണ്ട് രീതി. തന്നെ- അത് ഏത് അതുകൊണ്ട് ബന്ധമാണ് തന്നെ പറഞ്ഞത്? ഞാൻ പറയുമ്പോ അനീഷ് പറയണ്ട. നിങ്ങൾ ഇടപെട്ടിരുന്നോ? നിങ്ങൾ ഞാൻ പറഞ്ഞോളൂ. പറയണ്ട. അപ്പൊ മണിപ്പൂര് വളരെ പ്രധാനപ്പെട്ട ഇന്ത്യ രാജ്യത്തെ ഒരു പ്രശ്നമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ആ വിഷയം നല്ലതുപോലെ ചർച്ച ചെയ്യും. അത് തൃശ്ശൂരിലും ചർച്ച ചെയ്യും. നമ്മുടെ നാട് അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടി പോവാണ്. അതിൽ വംശീയമായി ഭിന്നിപ്പിച്ചുകൊണ്ട് മതവിരോധത്തിന്റെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ആളുകളെ മതനിരപേക്ഷ ശക്തികൾ അതിശക്തമായി തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ജോസ് കൈകാര്യം വെള്ളൂർ ചെയ്യും. സന്ദേശയാത്രയുമായിട്ട് TN പ്രതാപൻ യാത്ര ചെയ്യുന്നുണ്ട്. മണിപ്പൂരിലടക്കം സ്നേഹത്തിന്റെ ലേപനം പുരട്ടി രാഹുൽ ഗാന്ധിയുണ്ട്. പക്ഷേ അത് ഈ മണ്ഡലത്തിൽ എത്രത്തോളം ചിലവാകുമെന്നത് പ്രധാനപ്പെട്ട വിഷയമല്ലേ? കാരണം